السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ മാസത്തിൽ അവൻ്റെ ദീൻ പഠിക്കാനും അറിയാനും നാം ഒരുമിച്ച് കൂടിയ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ ദിവസങ്ങളിൽ നമ്മുടെ മസ്ജിദിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി നമുക്കൊരുപാട് അറിവുകൾ നേടാനും ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് പണ്ഡിതന്മാർ, പ്രഭാഷകർ വന്ന് ക്ലാസ് എടുക്കുന്നു. അല്ലാഹു എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോടുള്ള കടമകൾ എന്നുള്ളതാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം. ഞാൻ ആ വിഷയത്തിൽ ഒരു ചെറിയ ഇടപെടൽ നടത്തുകയാണ്. മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും അവളോട് എന്നുള്ളത് എടുത്തു മാറ്റിയിട്ട് മാതാപിതാക്കളുടെ കടമകൾ എന്നാക്കല കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിപ്പോകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന ഒരു വിഷയം സംസാരിക്കുകയായിരുന്നു നമ്മുടെ കുട്ടികളുള്ള ഒരു വേദിയിൽ. അപ്പോൾ ഗസാലിയുടെ, അബൂ ഹാമിദുൽ ഗസാലിയുടെ ഒരു ചരിത്രം ഞാൻ ആ വേദിയിൽ പറഞ്ഞു. എന്താ ചരിത്രം എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു കഥയാണ് പറയുന്നത്. നടന്ന സംഭവമൊന്നുമില്ല, ഒരു കഥ പറയുന്നതാണ്. ഉമ്മ ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു കഥയാണത്. വളരെ ഹൃദ്യമായൊരു കഥ. നമ്മൾ കേട്ട് പരിചയമുണ്ട് അതിന് സമാനമായ കഥകൾ. ഉമ്മയ്ക്ക് പ്രായമായി, മകനും ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. പ്രായം ചെന്ന ഉമ്മയുടെ വായും വർത്തമാനവും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ ഉമ്മയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് മരുമകൾ തീരുമാനിച്ചു. അതാണ് ആ കഥ. അതിന് മരുമകൾ ഈ ഉമ്മയുടെ മകനെ അതിന് ആവശ്യമായ പിരിയൊക്കെ കൊടുത്ത്, അവസാനം മരുമകൾ രോഗിയായി മാറി, രോഗം അഭിനയിച്ചു. രോഗം അഭിനയിച്ച് കിടക്കുന്ന മരുമകൾ അവളുടെ അടുത്ത് ഭർത്താവ് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ രോഗം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം, മാറ്റാം എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ കഥയാണ്, ഞാൻ ചുരുക്കി പറയുന്നതാണ്. അപ്പോൾ അവസാനം ഇവള് പറഞ്ഞ്, എൻ്റെ അസുഖം അങ്ങനെയൊന്നും മാറില്ല, ചെറുപ്പം മുതലേ ഉള്ളൊരു അസുഖമാണത്, പല ഡോക്ടർമാരെയും കാണിച്ചതാണ്.
ഇത് മാറാനുള്ള മരുന്നൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇന്ന നാട്ടിൽ പോയപ്പോൾ ഒരു വൈദ്യർ പറഞ്ഞിരുന്നു ഇത് മാറാനൊരു മരുന്നുണ്ട്, അത് മനുഷ്യന്റെ ഹൃദയം കറി വെച്ച് കഴിച്ചാൽ മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ മനുഷ്യന്മാരുടെ ഹൃദയമൊന്നും കിട്ടൂലല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ സഹിച്ചോളാം എന്ന് ഈ ഭാര്യ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞ് എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം, എവിടെയെങ്കിലും കിട്ടും. അത് കിട്ടൂല എന്ന് ഭാര്യ. ഇനി നിങ്ങൾക്ക് അത്ര വലിയ നിർബന്ധമാണ് എങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. നമ്മുടെ ഉമ്മാക്ക് 85 വയസ്സ് പ്രായമായില്ലോ. ഇനിയിപ്പോൾ ഏറിപ്പോയ 3-4 കൊല്ലമൊക്കെ ജീവിക്കുകയുള്ളൂ, സുഖമില്ല. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് കരളെടുക്കേണ്ട, ഉമ്മാടെ ലിവറാണെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് ആ കഥ. അങ്ങനെ അയാൾ മനസ്സില്ലാ മനസ്സോടെ ഉമ്മയെ ദൂരെ കൊണ്ടുപോയി കൊന്ന് ഉമ്മയുടെ കരളെടുത്ത് അത് കയ്യിൽ പിടിച്ച് വരുന്ന വഴിക്ക് ഒരു മരത്തിൻ്റെ വേരിൽ തട്ടിയിട്ട് അയാൾ വീണു. അപ്പോ ആ കരളിൽ നിന്നൊരു ശബ്ദം കേട്ടു, അല്ലാഹ് എൻ്റെ മോൻ വീണല്ലോ എന്നൊരു ശബ്ദം കേട്ടു. അതാണ് ഉമ്മാടെ സ്നേഹം എന്നാണ് ഞാൻ ആ സദസ്സിൽ ഈ അബൂ ഹാമിദുൽ ഗസാലിയുടെ ആ സംഭവം എടുത്ത് വിശദീകരിച്ച് പറഞ്ഞത്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്ത് ഒരു 20-22 വയസ്സ് പ്രായമുള്ള ഒരു ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കഥ സംഗതി കൊള്ളാം, ആളുകളുടെ മനസ്സിലേക്ക് ഇടം പറ്റുന്ന കഥ തന്നെയാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മൊബൈലിൽ സ്ക്രീൻഷോട്ടുകൾ കുറച്ച് കാണിച്ചു തന്നു എനിക്ക്. ചോരപ്പൈതലിനെ ക്ലോസറ്റിൽ തള്ളിയ ഉമ്മ, കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെയും കുഞ്ഞിനെയും കൊന്ന ഉമ്മ എന്ന് തുടങ്ങുന്ന ഒരു 10-20 ഉമ്മാമാരുടെ കഥ എനിക്കിങ്ങോട് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഉസ്താദിനോടുള്ള ബഹുമാനത്തോടുകൂടെ ഞാൻ പറയാണ്, നിങ്ങളെ ധിക്കരിക്കണമെന്ന് കരുതണ്ട. നിങ്ങൾ ഈ ജാതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോട് മക്കളെ എങ്ങനെ വളർത്തണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ശരിയല്ലേ അത്? ബഷീർ സാഹിബ് ഈ വിഷയം ഇടുമ്പോൾ ഇവിടുന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ല ഈ വിഷയം കേൾക്കാം. മാതാപിതാക്കളോടുള്ള കടമ പറയണമെങ്കിൽ മൂപ്പരെ മക്കളെ കൊണ്ടുവരണമല്ലോ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും മഹാഭൂരിപക്ഷവും മാതാപിതാക്കളാണ്. പിന്നെ മക്കളോടുള്ള കടമ പറയുമ്പോഴാണ് അത് കൃത്യമാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തുമാകട്ടെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാ അവരോടുള്ള കടമകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹിനോടുള്ള ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള ഹക്ക് ഇഹ്സാൻ എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. ഇഹ്സാൻ എന്നത് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നിടത്ത് ഇഹ്സാൻ ഉപയോഗിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം, മൽ ഇഹ്സാൻ, എന്താണ് ഈ ഇഹ്സാൻ? അവിടെ പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണും പ്രകാരം ആരാധിക്കലാണ്. അല്ലാഹുവിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കലാണ്. അതേ പ്രയോഗം തന്നെയാണ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോടും ഇഹ്സാൻ വേണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഈ ഭൂമിയിൽ നമുക്ക് ഉള്ളത് മാതാപിതാക്കളോടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബാധ്യതയെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യം അവരറിയണം ആരാണ് മാതാപിതാക്കളെന്ന് അറിയണം, എന്താണ് ബാധ്യതയുടെ വാല്യൂ, അത് എത്രത്തോളം ഉണ്ട് എന്നവരറിയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു ചെറിയൊരു കുട്ടീനെയും കൊണ്ടൊരാൾ വന്നു. ഒരു 6-7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടീനെയും കൊണ്ടൊരാൾ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണകർത്താവാണല്ലോ അദ്ദേഹം. തന്റെ കുട്ടീനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്.
ഈ കുട്ടീനോട് മാതാപിതാക്കളോടുള്ള കടമ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടീനെയും കൊണ്ട് അകത്തേക്ക് പോയി, ഉപദേശിക്കാൻ പോയതാണ്. ആ സമയത്ത് ഒരുപാട് ഉപദേശം കൊടുത്തു കുട്ടിക്ക്. ഉമ്മാനോട് എങ്ങനെ പെരുമാറണം, ഉമ്മ 10 മാസം ഗർഭം ചുമന്ന അവസ്ഥയെ പറ്റി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോ കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി, മക്കളോട് വാപ്പാക്ക് എന്തെങ്കിലും കടമയുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് മക്കളോട് കടമയുണ്ട്. ഏതൊക്കെയാണ് ആ കടമ എന്ന് ഒന്ന് അമീറുൽ മുഅ്മിനീൻ എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം പറഞ്ഞു, പ്രധാനമായി 3 കടമകളുണ്ട്. അതിൽ ഒന്നാമത്തേത് അൻയന്തഖിയ ഉമ്മഹു, അവന്റെ ഉമ്മാനെ നന്നാക്കലാണ്. വാപ്പാടെ കടമയാണ് ഉമ്മാനെ നന്നാക്കല്. ഉമ്മാനെ നന്നാക്കലാണ്. അതായത് ഈ കുട്ടിയെ വളർത്തി വലുതാക്കാൻ ആവശ്യമായ സംസ്കാരം പഠിപ്പിക്കാൻ ആവശ്യമായ ട്രെയിനിങ് ഈ ഉമ്മാക്ക് കൊടുക്കണം. അത് വാപ്പാടെ കടമയാണ്. വയുഹസ്സിന ഇസ്മഹു, നല്ല പേര് ഇടണം ആ കുട്ടിക്ക്. വയുഅല്ലിമുഹുൽ കിതാബ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഈ 3 പ്രധാനപ്പെട്ട കടമ വാപ്പാക്കുണ്ട് മോന്റെ മേൽ, മക്കളുടെ മേൽ എന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞ്, എന്നാൽ യാ അമീറൽ മുഅ്മിനീൻ ഇന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക, ഈ പറയപ്പെട്ട 3 കാര്യവും ആ പുറത്തിരിക്കണ വാപ്പ ചെയ്തിട്ടില്ല. ഈ 3 കാര്യം ചെയ്തിട്ടില്ല. അമ്മ ഉമ്മി ഫഇന്നഹ കാനത്ത് ലി മജൂസീൻ, എന്റെ ഉമ്മ ഒരു മജൂസിയാണ് എന്ന് പറഞ്ഞാല് ഉള്ള കണ്ട ബിംബങ്ങളെ ആരാധിക്കുന്ന, തീനെ ആരാധിക്കുന്ന, ശിർക്ക് ഖുറാഫാത്തിൽ ജീവിക്കുന്ന ഒരു പടപ്പാണ് എന്റെ ഉമ്മ. അതുപോലെ വഖദ് സമ്മാനി ജുഅല, എനിക്കിട്ട പേര് ജ്വാല എന്നാണ്. ജ്വാല എന്ന് പറഞ്ഞ കരിവണ്ട് എന്നർത്ഥം. പേരിന്റെ അർത്ഥം നോക്കൂല, പേരങ്ങൾ ഇടൂലോ, അങ്ങനെ ഒരു പേര് വിട്ടിട്ടുണ്ട് എനിക്ക്. വലം യുഅല്ലിമനി മിനൽ കിതാബി ഹർഫൻ വശൈഅ, എനിക്ക് കിതാബിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ പാപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ നിന്റെ മകനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്, പക്ഷേ ആദ്യം നീ നന്നാകുക, എന്നിട്ട് മകനെ നന്നാക്കാൻ നോക്ക്. ഞാനിതൊക്കെ ആമുഖമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാതാപിതാക്കളോട് കടമകൾ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകളാണ്. മക്കൾ ആ കടമ അനുസരിച്ച് ജീവിക്കണമെന്നും പറയും. എവിടെങ്കിലൊക്കെ പ്രസംഗിക്കാനൊക്കെ പോയാൽ വീട്ടിലേക്ക് ഭക്ഷണത്തിനായിട്ട് കൂട്ടിക്കൊണ്ടുപോകും. കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മൂപ്പർക്ക് വലിയൊരു നിയ്യത്തുണ്ടാവും. എന്താണ്? വീട്ടിൽ മൗലവി വന്നു കഴിഞ്ഞാൽ ചെക്കനെ വിളിച്ചിട്ടൊന്ന് ഉപദേശിപ്പിക്കണം. അതായിരിക്കും ലക്ഷ്യം, പ്രധാനമായ ലക്ഷ്യമായിരിക്കും അത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറയും, മൗലവി ചെക്കൻ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചതാണ്, അതങ്ങനെയൊക്കെ ചെയ്തതാണ്, പക്ഷേ ഇപ്പൊ ഒരു വാക്ക് കേൾക്കൂല. അത് അയാൾ പറയുമ്പോൾ മനസ്സിലാക്കണം, അയാൾ ഇവനോട് പാലിക്കേണ്ട കടമകൾ പാലിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാ ആളുകളും മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വാശി പിടിക്കുന്ന ആളുകളാണ്. മക്കൾ സ്വാലിഹീങ്ങളാകണം എന്നാണ് എല്ലാവർക്കും നിർബന്ധം. ആർക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ സാലിഹല്ലേലും കുഴപ്പമില്ല, മക്കൾ സാലിഹായേ പറ്റൂ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മക്കളെ തന്നിട്ടുള്ളത് തന്ന സമയത്ത് അവർ സ്വാലിഹീങ്ങളായിരുന്നോ വാലിമീങ്ങളായിരുന്നോ? ഒന്ന് പറയ്. സാലിഹല്ലായിരുന്നു നമ്മുടെ മക്കൾ, അല്ലേ? മക്കൾ ഭൂമിയിൽ വന്നപ്പോ സാലിഹായിരുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്.
ഏതാ അലൽ ഫിത്ര? ഈ ഫിത്രയുടെ കാലഘട്ടം ഏതാ? ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 95% പിതാവാണ്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. 95% ആളുകളും പിതാക്കന്മാരാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അൽ ഫിത്രയുടെ കാലം എത്രയാണെന്നറിയാം? ഞാൻ ഒരു സദസ്സിൽ ചോദിച്ച് അൽ ഫിത്രയുടെ കാലം എത്രയാന്ന് വെച്ചപ്പോ പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. 3 വയസ്സാന്ന് പറഞ്ഞു അൽ ഫിത്ര ചേർക്കണ കാലേ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അൽ ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി, ഒരു കുഞ്ഞിനുള്ള ശുദ്ധ പ്രകൃതിയുടെ കാലഘട്ടം എത്രയാ? 7 വയസ്സാണ്. ജനിച്ചാൽ ആ ജനനം മുതൽ 7 വയസ്സുവരെ ഒരു കുഞ്ഞിന്റെ പ്രകൃതിയെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഈ കാലയളവിൽ എന്താണോ അങ്ങോട്ട് നിക്ഷേപിച്ചു കൊടുക്കുന്നത് അതാണ് 7 വയസ്സ് കഴിയുമ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരിക. ഈ 7 വയസ്സ് പ്രായം വരെ തനിക്ക് തോന്നുന്നത് മുഴുവൻ പഠിപ്പിച്ചു. ആദ്യത്തെ ആ കുറച്ചു കാലങ്ങളിൽ വല്ലാണ്ട് ലാളിച്ചു. എന്നിട്ട് നടക്കാൻ പ്രായമായപ്പോ അവനോ അല്ലെങ്കിൽ അവളോ കാണിക്കുന്ന കുസൃതികളും വികൃതികളും നമുക്ക് അരോചകമായി. ആ കുട്ടിയെ വിളിക്കാത്ത പേരൊന്നും ഉണ്ടാവില്ല. എല്ലാ ജീവികളുടെ പേരിട്ട് ആ കുട്ടീനെ വിളിക്കും. എല്ലാ ഇബ്ലീസുകളുടെ നാമങ്ങളും ആ കുട്ടിക്കിടും. അങ്ങനെ എല്ലാ പേരുകളും വിളിച്ച് ആ കുട്ടിയുടെ മേൽ നമ്മുടെ കോപങ്ങൾ മുഴുവൻ ഇറക്കി വെച്ച് 7 വയസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങടായി കഴിയുമ്പോ +1 ചേർക്കാറാവുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ഇവൻ ശരിയല്ലല്ലോ, ഇവള് ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ മൗലവിനെയും തേടി വരും. 7 വയസ്സ് വരെ ഇത് നിറച്ചു കൊടുത്ത സാധനം എന്താണെന്ന് മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം ചോദിക്കാം നിങ്ങളോട്. നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് വലിയ ദൂര യാത്രയ്ക്ക് പോയിന്ന് കൂട്ടിക്കും. ആ യാത്രയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ്, അതല്ലെങ്കിൽ ഒരു ഫ്ലവർ വൈസ്, അതല്ലെങ്കിൽ ഒരു സ്ഫടിക പാത്രം എവിടെന്നെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ അതിന്റെ ഭംഗി, നല്ല ഭംഗിയുള്ളതാണ്, നല്ല കൗതുകമുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്തു? ആര് വന്നാലും കാണാൻ പാകത്തിനുള്ള ഒരു ഭാഗം കണ്ടെത്തി വീട്ടിൽ എന്നിട്ട് അത് അവിടെ സ്ഥാപിച്ചു. ഇടയ്ക്കൊക്കെ അതിലേക്ക് നോക്കും, ഇടയ്ക്കത് തുടച്ച് വൃത്തിയാക്കും. അങ്ങനെ ഭംഗിയായി കൊണ്ടുനടക്കാണ്, വളരെ കാര്യമായിട്ട് കൊണ്ടുനടക്കാണ്. നിങ്ങളുടെ കൂട്ടുകാരനും ഭാര്യയും മക്കളൊക്കെ ഒരു ദിവസം വിരുന്ന് വന്നു നമ്മുടെ കുട്ടിക്കും. വിരുന്ന് വന്ന് പെണ്ണുങ്ങൾ അടുക്കളയിലേക്ക് പോയി, ആണുങ്ങൾ അടുത്ത റൂമിൽ ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു 2 വയസ്സുകാരനുണ്ടെന്ന് കൂട്ടാം, അല്ലെങ്കിൽ ഒരു 3 വയസ്സുകാരൻ, 3 വയസ്സാക്കാം. ഇവന് പറ്റിയ ആരെയും കിട്ടിയില്ല അവിടെ. അവൻ നോക്കിയപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവർ വൈസ് ഇരിക്കുന്നു. അവൻ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കസേര വലിച്ചിട്ട് അതിന്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറി. അങ്ങനെ അവൻ ആ മേശയുടെ മുകളിൽ കയറി ആ ഷോക്കേസിൽ ഇരിക്കുന്ന ഈ പാത്രം എടുത്ത് അതിങ്ങനെ നോക്കി അത് താഴെ ഇട്ട് പൊട്ടിച്ച്. ശബ്ദം കേട്ട് നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് താഴെ ഇട്ട് പൊട്ടിച്ചേക്കുന്നത്. ആരാ? കൂട്ടുകാരന്റെ മോനാണ്. കൂട്ടുകാരൻ ഇത് കണ്ടപ്പോ അവന് വല്ലാത്ത വിഷമം തോന്നി. അവൻ ആ കുട്ടീനെ അടിക്കാൻ പോയി. നിങ്ങൾ എന്ത് പറയും? കുട്ടീനെ അടിക്കണ്ട, അത് നമുക്ക് ഇനിയും പോകുമ്പോ മേടിക്കാലോ പറയില്ലേ? ആ കുട്ടിയെ അടിക്കാൻ ചവിട്ടിക്കൂട്ടാനുള്ള ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാലും അത് അവിടെ പ്രകടിപ്പിക്കൂല. എന്താ പ്രകടിപ്പിക്കാത്തത്? അത് ശരിയാവില്ല. പ്രകടിപ്പിച്ചാൽ അത് എന്നെ ബാധിക്കും. നമ്മൾ വളരെ മാന്യമായി കൈകാര്യം ചെയ്യും. ആ കുട്ടിയെ അടിക്കാതിരിക്കാൻ നോക്കും, ആ കുട്ടിയെ ഒന്നും പറയാതിരിക്കാൻ നോക്കും. ആ പാത്രം താഴെ വീണ് പൊട്ടിയതിന്റെ വേദന നാം നമ്മുടെ ഉള്ളിൽ ഒതുക്കും, അമർഷം ഉള്ളിൽ ഒതുക്കും, പ്രകടിപ്പിക്കേയില്ല. ഒരു പ്രത്യേക ചിരിയൊക്കെ മുഖത്ത് വരുത്തിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയും ചെയ്യും. ഇപ്പം പോകുന്നത് വരെ പോയി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും വീടിനകത്ത്. ഇനി ഈ പിക്ചർ ഒന്നും നമുക്ക് മാറ്റാം. ഈ 3 വയസ്സുകാരൻ കൂട്ടുകാരന്റെ മകനല്ല, നിന്റെ സ്വന്തം മകനാണെന്ന് അവിടെ കൂട്ടിക്കോ. അവനാണ് ആ കസേര വലിച്ചിട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് കയറി ആ ഫ്ലവർ വൈസ് എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം?
കൂട്ടുകാരന്റെ മകനോട് കാണിച്ച ആ ദാക്ഷിണ്യം ഈ 3 വയസ്സുകാരനോട് കാണിക്കൂ? ഭൂരിപക്ഷ ആളുകൾ കാണിക്കൂല. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ഇതാണ് നമുക്ക് മക്കളോടുള്ള സമീപനം. ശുദ്ധ പ്രകൃതിയുടെ കാലയളവിൽ ഒരു കാരണവശാലും മക്കൾക്ക് പാടില്ലാത്ത കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല, വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും. ഒരു ഉമ്മ ഒരിക്കൽ തന്റെ ചെറിയ മകൻ, 4 വയസ്സുകാരനായ മകൻ ദൂരെ കളിക്കുന്നത് കണ്ടപ്പോ ഉമ്മ മോനെ വിളിച്ചു, കുറെ വിളിച്ചു, വാന്ന് പറഞ്ഞ് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മ അങ്ങനെ വിളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോൻ എത്ര വിളിച്ചിട്ടും വരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഉമ്മ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലൊരു സാധനം ഉണ്ട്, നിനക്ക് തരാന്ന് പറഞ്ഞു. കുട്ടി അത് കണ്ടപ്പോ അവിടുന്ന് ഓടി വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ ആ കുട്ടിക്ക് എന്താ കൊടുക്കാൻ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ആ ഉമ്മ ഒന്നും മറുപടി പറഞ്ഞില്ല. നീ ആ കുട്ടിക്ക് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ വഞ്ചകി നീ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ പ്രായത്തിൽ ആ മക്കൾക്ക് ആവശ്യമായത് സത്യസന്ധമായ ഇടപെടലാണ്. ശുദ്ധ പ്രകൃതിയിൽ നമ്മളും ഒപ്പം ചേരാൻ കഴിയണം. കുട്ടിയെ ശകാരിക്കാൻ പാടില്ല, ശരിക്കും ആ കുട്ടിയോട് മോശത്തരം പറയാൻ പാടില്ല, ആ കുട്ടിയെ അടിക്കാൻ പോലും പാടില്ല. ഇസ്ലാമിലെ ഏറ്റവും നിർബന്ധിത ഇബാദത്തായ നിസ്കാരം, ആ നിസ്കാരം, നിർബന്ധമായ നിസ്കാരം കുട്ടിയോട് നിസ്കരിക്കൂ എന്ന് പറയാൻ കൽപ്പിച്ച പ്രായം എത്രയാ? 7 വയസ്സാ. 7 വയസ്സിന്റെ ഇപ്പുറത്തേക്ക് ഇല്ല. നിസ്കരിക്കൂ എന്ന് പറയാൻ പറ്റില്ല, അതുപോലും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധമായ ഒരു പ്രഷർ ആ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. 10 വയസ്സായി കഴിഞ്ഞാലാണ് അടിക്കണമെന്ന് പറഞ്ഞ ഒറ്റ വിഷയം, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ 2 വയസ്സ് കഴിഞ്ഞ് അടിച്ച എത്ര ഉപ്പമാരുണ്ടാവും കൂട്ടത്തിൽ? 3 വയസ്സ് ഉള്ള കുട്ടീനെ അടിച്ച ഉപ്പമാരുണ്ടാവൂലേ? 4 വയസ്സ് കഴിഞ്ഞപ്പോ അടിച്ച ഉപ്പമാരുണ്ടാവൂലേ? ഇല്ലേ? എന്നാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സായിട്ട് അടിക്കാത്ത എത്ര ഉപ്പമാരുണ്ടാവും കൂട്ടത്തിൽ? ഞാൻ ആരോടും കൈവന്തിക്കാനോ കാലുവന്തിക്കാനോ പറയുന്നില്ല. ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് കൈവന്തിക്കാൻ പറ്റിയ ആളുകൾ എത്ര പേരുണ്ടാവും? വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാതാപിതാക്കളോടും മക്കൾക്ക് ഇങ്ങോട്ട് കടമയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ജീവിതം മക്കളുടെ മുമ്പിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയണം. മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ ഏതാണെന്നറിയുമോ? ഈ 7 വയസ്സ് കാലയളവിൽ മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസമുണ്ട്. 3 വയസ്സാകുമ്പോഴേക്കും തൊട്ടടുത്തുള്ള പ്രീ സ്കൂളിൽ ഖുർആനിക് പ്രീ സ്കൂൾ ഉണ്ടാകും, ഇസ്ലാമിക് പ്രീ സ്കൂൾ ഉണ്ടാകും. അവിടെ കൊണ്ടുപോയി ചേർക്കും. ആ കുട്ടി ഖുർആൻ ഓതുന്നത് കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും അയക്കും, ഷെയർ ചെയ്യും. എന്നിട്ട് കുട്ടി ഇസ്ലാമിന്റെ നടുവിലത്തെ കഷ്ണാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. കുട്ടി അസ്സലാമു അലൈക്കും പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇസ്ലാം പഠിച്ചു, എല്ലാം മതം പൂർത്തിയായി ആ കുട്ടിക്ക് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കും. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പായി, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ മുമ്പായി ഒന്നാമത് വിദ്യാഭ്യാസം കൊടുക്കേണ്ട അറിവ് അള്ളാഹിനെ പറ്റിയ. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു ആരാണെന്ന്. അള്ളാഹു ആരാണ്, അവന്റെ പ്രത്യേകത എന്താണ്, ഇത് പരിചയപ്പെടുത്തി കൊടുത്ത എത്ര രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? നമ്മുടെ മക്കൾക്ക്. നമ്മുടെ മക്കൾ വലുതായി കഴിയുമ്പോൾ പറയും, നീ ദുനിയാവിൽ എവിടെ പോയി എന്ത് ചെയ്താലും ഞാൻ കണ്ടുപിടിക്കും, നീ മൊബൈലിൽ എന്ത് ചെയ്താലും ഞാൻ അറിയും, എനിക്കതിനുള്ള സംവിധാനങ്ങളുണ്ട്, നീ ഇതുകൊണ്ട് എവിടെ പോയിട്ട് എത്ര രഹസ്യമായിട്ട് ചെയ്താൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ നീ എന്റെ കൺമുമ്പിലല്ല എങ്കിൽ, എന്റെ ശ്രദ്ധയുടെ പരിധിയിലല്ല എങ്കിൽ, നീ ചെയ്ത പ്രവർത്തനങ്ങളെ കാണാനൊരു റബ്ബുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തവർ എത്ര പേരുണ്ടാവും? സൗദി അറേബ്യയിൽ അബഹയിൽ
അബഹയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അബഹയിൽ പോയപ്പോൾ അവിടെ ഒരു പഴയ പള്ളിയുണ്ട്. പള്ളി കാണാൻ വേണ്ടിയാ പോയത്. അപ്പൊ പള്ളിയുടെ അടുത്ത് ഒരു ഷെയ്ഖ് ഉണ്ട്, ഒരു നല്ല പ്രായം ചെന്ന ഒരു പണ്ഡിതൻ. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തോട്. കുറെ സമയം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ടെന്റിൽ കഴിഞ്ഞു. അതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കുടുംബ വിവരങ്ങൾ അന്വേഷിച്ചു. ഇത്രയുള്ള മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു 17 മക്കളുണ്ടെന്ന് പറഞ്ഞു. 17 ആമക്കളാണോ പെമ്മക്കളാണോ എന്ന് ചോദിച്ചു. 17 ആമക്കളാണെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. അപ്പൊ എനിക്കൊരു ഓർമ്മ വന്നു, 17 ആമക്കളുള്ള വാപ്പ, അയാളുടെ മാനസിക വിഷമം എന്തായിരിക്കും? പണ്ട് വയനാട്ടിലൊരു പ്രസംഗത്തിന് വേണ്ടി ചെന്നപ്പോ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ ഒരു ഓട്ടോ വന്നിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടുപോകാൻ അവർ വിട്ടതാ. അങ്ങനെ ഓട്ടോയിൽ കയറി പോകുമ്പോൾ ഓട്ടോക്കാരൻ കുറെ വർത്തമാനങ്ങൾ. അയാളോട് ഞാൻ ചോദിച്ചു എത്ര മക്കളുണ്ട്? അയാൾ പറഞ്ഞ് 12 മക്കളുണ്ട്. എത്ര ആമക്കള് എത്ര പെമ്മക്കളെന്ന് ചോദിച്ചു. 11 പെമ്മക്കളും ഒരാൺകുട്ടിയാണെന്ന് പറഞ്ഞു. മൗലവി, ആ ഒരു ആൺകുട്ടി മരിച്ചിട്ടാണ് നിങ്ങൾ ദ്വാരക്കോട്ടോ എന്ന് പറഞ്ഞു. എന്തിനങ്ങനെ പറഞ്ഞത് അറിയാലോ? 16 17 വയസ്സ് പ്രായമുള്ള, അല്ലെങ്കിൽ 10 20 വയസ്സ് പ്രായം ഉള്ള ആമക്കളുള്ള വാപ്പാമാർക്ക് ആ പറഞ്ഞതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവും. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇയാളോട് ചോദിക്കുന്നത്, 17 ആമക്കളുള്ള വാപ്പ എത്ര സമാധാനത്തോടു കൂടി ഇരിക്കുന്നു. ഞാൻ ചോദിച്ച് ഈ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പൊ അയാളിൽ നിന്നും കിട്ടുന്ന വർത്താനം താങ്ങാനുള്ള കരുത്ത് മനസ്സിനുണ്ടാക്കി വെച്ചിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. കാരണം പലതും പറയാനുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, ഈ 17 മക്കളും ഇസ്ലാമിക് ദഅവ രംഗത്താണുള്ളത്. മക്കയിലെ മറ്റേ അവിടെ ഷുഊനുൽ ഇസ്ലാമിയയിൽ പ്രധാനപ്പെട്ട ഒരാൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ സെന്ററുകളെ അത് പറഞ്ഞു. എല്ലാവരും പണ്ഡിതന്മാരാണ്, എല്ലാവരും ഹാഫിളുകളാണ്, എല്ലാവരും ദായികളാണ്. മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഷെയ്ഖേ, ഇവരൊക്കെ ഈ 17 മക്കളെയും നിങ്ങൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന് ഞാനൊരു ദായി ആയതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ പോയി പ്രബോധനം നടത്തി പ്രസംഗിക്കുമ്പോൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇതിന് പറ്റുന്നൊരു ഉപദേശം എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി. കുറച്ച് ദൂരെയാണ് അയാളുടെ വീട്, വലിയൊരു വീട്. അയാൾ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചായയൊക്കെ തന്ന് സൽക്കരിച്ച് കുറെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ചോദിച്ചൊരു ചോദ്യം ഇല്ലേ, എൻ്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം വാന്ന് പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോയി. 2-3 റൂമുകളൊക്കെ കാണിച്ചു തന്നു. ഈ റൂമുകളിൽ നിനക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. റൂമുകളിൽ ഒരു പ്രത്യേകതയില്ല. അറബികൾ പണിതിട്ടിരിക്കുന്ന ഒരു റൂം, അതിൽ നല്ല ഭംഗിയുള്ള ഫർണിച്ചറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലാകെ മറ്റുള്ള റൂമുകളെ അപേക്ഷിച്ച് അതിലാകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൂം തുറന്ന് കയറുന്ന വഴിക്ക് തന്നെ ഒരു ഭംഗിയുള്ള ഒരു ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാലിഗ്രാഫി ഉണ്ട്. അതിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്താണ്. ഇത്രേ ഉള്ളൂ, അലം യഅലം ബി അന്നല്ലാഹ യറ. അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ലേ? മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നീ എന്റെ കൺമുമ്പിലല്ലെങ്കിലും, നീ എവിടെയാണെങ്കിലും എന്നെയല്ല നീ പേടിക്കേണ്ടത്, നാട്ടുകാരല്ല പേടിക്കേണ്ടത്, ഒന്നിനെയും നീ പേടിക്കണ്ട. അള്ളാഹനെ പേടിക്കണം. അള്ളാഹുവിനെ നീ അറിയണം. അതറിയുക എന്നുള്ളതാണ് ഒരാൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൽമ്. ആ ഇൽമ നമുക്ക് മക്കളെ പഠിപ്പിക്കാൻ കഴിയുക. അതിന് നമ്മൾ എന്ത് വേണം? നമ്മുടെ ആദ്യം അള്ളാഹു ആരാന്നറിയണം. നമ്മുടെ കൂട്ടത്തില് അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ, അള്ളാഹു എന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു എന്ന് പറഞ്ഞ ആ പദത്തെ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് പറഞ്ഞു തരാൻ കഴിയും? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹം കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റദീഫായിട്ട് പോവുകയായിരുന്നു. റദീഫായിട്ട് പോവാന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ ഒക്കെ പിന്നിലിരിക്കുന്ന ആളല്ലേ, ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന ആൾക്കാണ് റദീഫ് എന്ന് പറയുന്നത്. ഒട്ടകത്തിന്റെ ഒക്കെ പിന്നിലിരിക്കുന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ പിന്നിലിരുന്ന് ഞാൻ ഒരിക്കൽ യാത്ര ചെയ്യുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഗുലാം, മോനെ. ആ ഹദീസിൽ യാ ഗുലാം എന്നും വിളിച്ചിട്ടുണ്ട്, യാ ഗുലൈം എന്നും വിളിച്ചിട്ടുണ്ട്. ഗുലൈം എന്ന് പറഞ്ഞാൽ കുഞ്ഞുമോനെ എന്നർത്ഥം, പൊന്നുമോനെ എന്നർത്ഥം. പൊന്നുമോനെ, അല ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ ചില വാക്കുകൾ, ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. യൻഫഉകല്ലാഹു ബിഹിന്ന, അതുകൊണ്ട് അല്ലാഹു നിനക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹുവെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അതുപോലെ തന്നെ നീ ഏത് സമയത്താണ് എങ്കിലും, കഠിനമായ പ്രശ്നത്തിലാണെങ്കിലും എളുപ്പമുള്ള പ്രശ്നത്തിലാണെങ്കിലും, എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നീ അല്ലാഹുവിനോട് ചോദിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമാണ്, നമ്മൾ ആദ്യം അല്ലാഹു ആരാണെന്ന് പഠിച്ചിട്ട് വേണം മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ. ആരാ അല്ലാഹ്? അള്ളാന്റെ കഴിവെന്താ? അള്ളാഹുവിന്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ മഹത്വം എന്താ? ഇത് ചോദിച്ചാൽ അതിങ്ങനെ അള്ളാഹു മഹാനാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഇൽമില്ല, നമുക്ക് അള്ളാഹിനെ പറ്റി ഇൽമില്ല. റബ്ബ് ആരാണ് എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും പിന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഇറങ്ങും എന്ന് പറഞ്ഞ ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞ റബ്ബ് എന്നൊരു പദം ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ള മക്കളെ പഠിപ്പിച്ചു കൊടുത്തു നോക്ക്, എന്ത് മാറ്റം ഉണ്ടാകുമെന്നറിയോ? കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളാകെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ? രക്ഷിതാവ്, പിന്നെ സംരക്ഷകൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോകങ്ങളുടെയും സംരക്ഷകനായ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു അല്ലേ? സത്യത്തിൽ ആ ഒരു ചെറിയ വാക്കിൽ ഒതുങ്ങുമോ റബ്ബ് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന പദത്തിന് വലിയ അർത്ഥമാണുള്ളത്. തർബിയത്തു ശൈഇ അല്ലെങ്കിൽ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ, ഒരു വസ്തുവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിക്കുന്നവനാണ് റബ്ബ്. ഈ അഖീദ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ആവശ്യമായത്, ഒരു മനുഷ്യന് ആവശ്യമായത് എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞ് ബോധ്യപ്പെട്ട് തരുന്നവനാണ് റബ്ബ്. എനിക്ക് എന്ത് വേണമെന്ന് എൻ്റെ റബ്ബിനറിയാം. എനിക്ക് എന്ത് വേണമെന്ന് എൻ്റെ റബ്ബിനറിയാം. എനിക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടതെന്ന് എൻ്റെ റബ്ബിനറിയാം. എൻ്റെ സ്കിന്നിന് ഏത് നിറം വേണമെന്ന് എൻ്റെ റബ്ബിനറിയാം. എൻ്റെ ദാടിയുടെ പരിധി എത്രയാകണമെന്ന് എൻ്റെ റബ്ബിനറിയാം. എൻ്റെ തലമുടി ഏത് പ്രായം മുതൽ നരയ്ക്കണമെന്ന് എൻ്റെ റബ്ബിനറിയാം. എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയായിരിക്കണം, എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എത്രയായിരിക്കണം എന്ന് എൻ്റെ റബ്ബിനറിയാം. അതനുസരിച്ച് എൻ്റെ റബ്ബ് എനിക്ക് തരുള്ളൂ. ഇതാ മക്കളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ മക്കൾക്ക് എന്തുണ്ടാവൂല? നിരാശ ഉണ്ടാവൂല. ഇത് കറുത്തു പോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കൾ, പൊക്കം കുറഞ്ഞതിന്റെ പേരിൽ പൊക്കം കൂട്ടാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന മക്കൾ, ജിമ്മിൽ പോയിട്ട് ആർക്കെങ്കിലും പൊക്കം കൂട്ടി, ജിമ്മിന്റെ ആൾക്കാരുണ്ട് ഇവിടെ, ജിമ്മിൽ പോയിട്ട് ആരെങ്കിലും പൊക്കം കൂടിയിട്ടുണ്ടോ? എന്നിട്ട് അതിന്റെ പേരിൽ നിരാശ. ഈ ക്രീം പരത്തിയാലേ വെളുക്കുള്ളൂ. ഈ നിരാശയുടെ കവചം ഒരുക്കിയത് എന്തിന്റെ പേരില്ല? റബ്ബാണെന്ന് അറിയാത്തതിന്റെ പേരില്ല. എനിക്ക് എത്ര, നിനക്ക് എത്ര സാമ്പത്തികം ഉണ്ടാകണമെന്ന് റബ്ബ് താലേക്ക് നന്നായിട്ടറിയാം. അതനുസരിച്ച് റബ്ബ് എനിക്ക് സാമ്പത്തികം തരുള്ളൂ. അതിന്റെ മുകളിലേക്ക് എനിക്ക് തന്നാൽ ഒരു പക്ഷേ ഞാൻ കുഴപ്പക്കാരനായി മാറും. അതും റബ്ബിനറിയാം.
അപ്പൊ അല്ലാഹു തആലക്ക് എന്ത് വേണം, നമുക്ക് എന്ത് വേണം എന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായി തരാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്നതിന്റെ അർത്ഥം. ഇപ്പൊ മാതാപിതാക്കള് ഉമ്മയെ ടെമ്പററി ഗാർഡിയനായിട്ടാണ്, അതായത് താൽക്കാലിക രക്ഷിതാവ്, റബ്ബ് എന്ന പദമാണ് ഉമ്മയ്ക്ക് ഉപയോഗിക്കുന്നത്. രക്ഷിതാവാണല്ലോ ഉമ്മ. 10 മാസം കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിച്ച് 10 മാസം കഴിഞ്ഞ് പൂർത്തിയായി പ്രസവിച്ച ഉമ്മ ഈ ചോര പൈതലിന് ആദ്യം കൊടുക്കേണ്ടത് എന്താ? മുലപ്പാലാണ്. അതാർക്കറിയാം? ഉമ്മക്കറിയാം. മുലപ്പാലെ കൊടുക്കാൻ പാടുള്ളൂ ഉപ്പാക്കും അറിയാം. അതുകൊണ്ടാണ് അവർ രക്ഷിതാക്കളായത്. പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒരു ഉമ്മ നോക്കിയിട്ട് ആലോചിക്കുകയാണ്, പടച്ചോനെ 8-9 മാസം ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. തിരിയാനോ മറിയാനോ നോക്കാനോ നിൽക്കാനോ കഴിഞ്ഞില്ല. 10 മാസമായി കഷ്ടപ്പെട്ട് പുറത്തു വന്ന് എൻ്റെ കുഞ്ഞ്, ഈ കുട്ടിക്ക് ഞാനൊരു മട്ടൻ ബിരിയാണി വെച്ചു കൊടുക്കാം എന്ന് ഏതെങ്കിലും ഉമ്മ കരുതോ? അങ്ങനെ ഒരു ഉമ്മ തീരുമാനം എടുത്താൽ ആ ഉമ്മ ബുദ്ധിയുള്ള ഉമ്മ എന്നാണോ വിവരക്കേണ്ട ഉമ്മ എന്നാണോ പറയാ? വിവരക്കേണ്ട ഉമ്മ എന്നാ പറയുള്ളൂ, അല്ലേ? അങ്ങനെ എങ്ങാനും ആ കുട്ടിക്ക് ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കി അപ്പൊ കൊടുത്താലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്ക്. ആ കുട്ടി ജീവിക്കോ? ഇല്ല. റബ്ബ് നമുക്ക് എന്ത് വേണമെന്ന് കൃത്യമായിട്ട് അറിയുന്നവനാണ്. എനിക്ക് ആവശ്യമായ തോതിൽ എല്ലാം കൃത്യമായി തരുന്നവനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ജനിച്ചു വീണ ആ കാലഘട്ടം മുതൽ ഈ 48-49 വയസ്സ് വരെ വളർന്നു വന്ന എന്റെ ഈ കാലഘട്ടത്തിലെ ഓരോ സ്റ്റെപ്പുകളും നോക്ക്. നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ചിന്ത, നമ്മുടെ കാഴ്ചപ്പാടുകൾ സ്റ്റെപ്പായി വളർന്നാണ് വന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ പ്രായത്തിലുള്ള ഈ ബുദ്ധിയും ഈ ചിന്തയും ഈ അറിവും എൻ്റെ 20-ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറേയും കൂടെ മാറ്റം ഉണ്ടാക്കുമായിരുന്നു. ഇല്ല, ഒന്നും ഉണ്ടാക്കാൻ പോണില്ല. അന്ന് കിട്ടിയിരുന്നെങ്കിൽ നീ ജീവിക്കാനേ ഇല്ല. ചിലപ്പോ ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ റബ്ബ് തആല തരികയുള്ളൂ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ അറിവ്. അല്ലാഹു റബ്ബാണെന്ന് പറയുമ്പോൾ അതിന് മൂന്ന് വാക്കുകൾ ചേരുമ്പോഴാണ് അല്ലാഹു റബ്ബാകുന്നത്, ആ അർത്ഥം പൂർണ്ണമാകുന്നത്. 3 കാര്യങ്ങൾ ചേരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും സംരക്ഷകനായ അല്ലാഹു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവായ അല്ലാഹു എന്നാണ് അർത്ഥം. ഖാലിഖ് എന്നാണ് 1-ാമത്തെ അർത്ഥം, റബ്ബിന്റെ അർത്ഥം. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ വലിയ അറിവാണിത്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുവകകളെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. പ്രപഞ്ചത്തിന്റെ വലിപ്പം പറഞ്ഞു കൊടുക്കണം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി ഏതാ? അള്ളാന്റെ. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി ഏതാ? അൽ അർശാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി അർശാണ്. അർശ്, അതിന്റെ വലിപ്പം അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിനെ വഹിക്കുന്ന 8 ഇനം മലക്കുകളുണ്ട്. 8 തരത്തിലുള്ള മലക്കുകളാണ് അർശിനെ വഹിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന മലക്കുകൾ. ആ 8 മലക്കുകളിൽ ഒരു മലക്കിനെ പറ്റി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിനോട് അനുവാദം മേടിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു. ആ മലക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ആ ഒരു മലക്കിന്റെ ചെവിയുടെ അറ്റത്ത് നിന്ന് പിരടിയിലേക്കുള്ള ദൂരം 700 വർഷത്തെ വഴിദൂരമുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, 700 വർഷത്തെ വഴിദൂരെ ചെവിയുടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അപ്പൊ ആ മലക്കിന്റെ വലിപ്പത്തിലുണ്ടാവും. മിൽക്കി വേ ഗാലക്സിയുടെ ഈ അറ്റം മുതൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ അറ്റത്തേക്ക് എത്താൻ 4 കോടി വർഷം വേണമെന്ന് 2004 ശാസ്ത്രം കണ്ടുപിടിച്ചു. മിൽക്കി വേ ഗാലക്സി, സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗാലക്സിയുടെ ഈ അറ്റത്ത് നിന്ന് കറങ്ങി തിരിഞ്ഞ് ഈ അറ്റത്ത് തിരിച്ചെത്തണമെങ്കിൽ 4 കോടി വർഷം വേണമെന്ന് ശാസ്ത്രം 2004 കണ്ടുപിടിച്ചപ്പോ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ആൾക്കാരുണ്ടായി.
എന്നാൽ അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കിന്റെ ചെവിയുടെ ഇവിടം മുതൽ ഇവിടം വരെ 700 കൊല്ലത്തെ വർഷം ദൂരമുണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ ആളുണ്ടാവില്ല. സ്വർഗത്തിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ടെന്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുത്തുകൊണ്ടുള്ള ടെന്റുകൾ. അതിന്റെ ഉള്ളു പൊള്ളയാണ്. അതിനകത്തായിരിക്കും ചില ആളുകൾക്കുള്ള താമസ സൗകര്യം അള്ളാഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന് 600 മീറ്റർ വലിപ്പമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനത്തേക്ക് മുത്തോ എന്ന് ചോദിക്കും. ഈ പറഞ്ഞ 2004 തന്നെ മിൽക്കി വേ ഗാലക്സിയോട് ചേർന്ന് ആധുനിക ശാസ്ത്രം ഒരു ഗ്രഹം കണ്ടുപിടിച്ചു. അതിന് ഡയമണ്ട് ഷേപ്പാണ് പോലും. സൗരയുഗത്തിലെ പ്ലൂട്ടോയിലോ മറ്റോ അതിന്റെ നിലത്ത് കിടക്കുന്ന കല്ലുകൾ അത് ഡയമണ്ട് പോലത്തെ കല്ലുകളാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കല്ലുകളാണ് എന്ന് ശാസ്ത്രം പറയുന്നു. അല്ലാഹു തആല പറയുന്നു, സ്വർഗത്തില് ചില ആളുകളുടെ വീടുകളുടെ മുമ്പിലുള്ള മുറ്റത്ത് കിടക്കുന്ന കല്ലുകൾ, ചരൽക്കല്ലുകൾ, അത് മുത്തും പവിഴവുമാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. ശാസ്ത്രം പറഞ്ഞാൽ അംഗീകരിക്കാൻ ഇവിടെ ആളുണ്ടാകും. ശാസ്ത്രത്തിന്റെ പുറകെ മക്കൾ പോകാനുള്ള കാരണം അത് തന്നെയാണ്. ശാസ്ത്രത്തിന്റെ പുറകെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റബ്ബ് ആരാണ്, അവന്റെ ഖൽഖ് സൃഷ്ടിപ്പിന്റെ വലിപ്പം ഏതാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല. ഏറ്റവും വലുത് അർശാണ്. അത്രയും വലിപ്പം പറയാനാണ് ഞാൻ ആ മലക്കിന്റെ വലിപ്പം പറഞ്ഞത്. അർശ് കഴിഞ്ഞാൽ പിന്നെ കുർസിയാണ്. കുർസി എന്ന് പറഞ്ഞാൽ പാദപീഠം. ആ പാദപീഠത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 7 ആകാശവും ഭൂമിയും അതിൽ വെച്ചാൽ ഒരു വള വെച്ചതുപോലെ ഉണ്ടാവുള്ളൂ. ഒരു വള വെച്ചതുപോലെ ഈ വിശാലമായ ഒരു ഗ്രൗണ്ടിൽ ഇപ്പൊ ഈ പള്ളിയുടെ അകത്തൊരു വള വെച്ച് എത്ര വലിപ്പം ഉണ്ടാവും? അത്ര ഉണ്ടാവുള്ളൂ 7 ആകാശവും ഭൂമിയും. അതാണ് അല്ലാഹു തആല കുർസിയെ പറ്റി പരിചയപ്പെടുത്തുന്നത്. അപ്പൊ റബ്ബ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ ആദ്യം റബ്ബിന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ റബ്ബിന്റെ അർത്ഥത്തിൽപ്പെട്ട രണ്ടാമത്തെ അർത്ഥമാണ് അല്ലാഹു തആല പ്രപഞ്ചത്തിന്റെ മാലിക്കാണ് എന്ന് അത് പറഞ്ഞു കൊടുക്കണം. മാലിക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ. ഇവിടെ ആര് ഭരിക്കണം, ആര് നേതാവാകണം, ആര് പ്രധാനമന്ത്രിയാകണം, ആര് മുഖ്യമന്ത്രിയാകണം, തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്, നമ്മളല്ല. നമ്മളായിരുന്നെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനം ആക്കിയിരുന്നില്ലേ? ഇനിയിപ്പോ വരാൻ പോണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും അല്ലേ? നമ്മളായിരുന്നെങ്കിൽ ഇല്ല, നമുക്ക് അധികാരമില്ല. കാരണം അല്ലാഹുവിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, മാലിക്കുൽ മുൽക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളുടെ ഉടമസ്ഥനാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ബാക്കിയുള്ള രാജാക്കന്മാരുടെയും എല്ലാവരുടെയും മാലിക് അല്ലാഹുവാണ്. അല്ലാഹു തആല ഇവിടെ ഈ രാജ്യത്തിന് ആവശ്യമായ ആളെയാണ് ഇവിടെ നിയമിക്കുള്ളൂ. അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിക്കുമ്പോ അതിന്റെ പിന്നിൽ ചില അള്ളാഹുവിന്റെ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ അനുസരിച്ച് അള്ളാഹു ഇവിടെ നടപ്പിലാക്കുകയുള്ളൂ. നിങ്ങൾ അറിയണം, ഇവിടെ ഏതൊരു വിഷയം നടക്കുമ്പോഴും അള്ളാഹു അവന്റെ ദീനിന്റെ ആളുകൾ, അഹ്ലുൽ ഖുർആന്റെ ആളുകൾ, ദീനിന്റെ ശരിയായ ആളുകൾ, അവർക്ക് അല്ലാഹു തആല അവന്റേതായ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, അവന്റെ ദീനും വിട്ട് നിങ്ങൾ ആരെങ്കിലും പുറത്തു പോകുന്നുണ്ട് എങ്കിൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു ഇവിടെ വേറെ ജനതയെ കൊണ്ടുവരും. അള്ളാന്റെ ദീനം വിട്ട് പുറത്തു പോകണ്ടെങ്കിൽ പൊയ്ക്കോ. നിങ്ങളെ കണ്ടിട്ടല്ല അള്ളാന്റെ ദീൻ അല്ലാഹു സ്ഥാപിച്ചതെന്ന് അർത്ഥം. വേറെ ആളെ കൊണ്ടുവരും. ആ ആളെ കൊണ്ടുവരുമ്പോ നിലവിലുള്ള ആളുകളെ എന്ത് ചെയ്യും? തുടച്ചു മാറ്റും, എടുത്തു മാറ്റും. കാരണം വേസ്റ്റാണ്. അള്ളാന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അവൻ വേസ്റ്റാണ്, മാലിന്യമാണ്. മാലിന്യം പിറക്കാൻ അതിന് പറ്റിയ ആളല്ലേ കൊണ്ടുവരുള്ളൂ. നമ്മളെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കാൻ ആരെ കൊണ്ടുവരിക? പള്ളിയിൽ നിന്ന് ഖത്തീബിനെയും പ്രസിഡന്റിനെയും കൊണ്ടുപോകുമോ? ഇല്ല. അത് തോട്ടിപ്പണിയെടുക്കാൻ ആളെ കൊണ്ടുപോകുള്ളൂ.
ഇവിടത്തെ മാലിന്യത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഭരണകർത്താക്കളെ അല്ലാഹു തആല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അതിന്റെ അർത്ഥം അതാണ്, അതിന്റെ വിശദീകരണം അതാണ്. എന്തുമാകട്ടെ, അവർ റബ്ബിനെ പറ്റി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹു മാലിക്കാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. അവൻ മുദബ്ബിറുൽ അംറാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനാണ്. ഈ മൂന്ന് അർത്ഥം ചേരുമ്പോഴാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ പദത്തിന്റെ അർത്ഥം പൂർത്തിയാകുകയുള്ളൂ. അങ്ങനെ ഒന്നാമത് നാം നമ്മുടെ മക്കളുടെ മേൽ നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്താൽ തന്നെ മക്കൾ സ്വാലിഹീങ്ങളായി. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കേണ്ട വലിയൊരു വസിയത്തുണ്ട്. നീ ദുനിയാവിൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഞാനെതിരല്ല. നിനക്ക് വേണമെങ്കിൽ ഈ വഴി സ്വീകരിക്കാം, ഇപ്പുറത്തെ വഴി സ്വീകരിക്കാം, ഏത് വഴി വേണമെങ്കിലും സ്വീകരിച്ചോ. പക്ഷേ ഏത് വഴി സ്വീകരിച്ചാലും ഇബ്രാഹിം നബി തന്റെ മക്കൾക്ക് മകനെ വിളിച്ചു കൊടുത്തൊരു ഉപദേശമുണ്ട്, വസിയത്തുണ്ട്. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അന്തിമോപദേശം, അന്ത്യോപദേശമാണ്. അതായത് അവസാനമായി തയ്യാറാക്കി വെക്കുന്ന ഉപദേശം. മക്കളെ വിളിച്ചിട്ട് അവസാനമായി പറഞ്ഞ ഒരു വസിയത്ത്, ഒരു ഉപദേശമുണ്ട്. അതുപോലെ യാക്കൂബ് നബിയും മക്കളെ വിളിച്ചിട്ട് പറഞ്ഞൊരു ഉപദേശമുണ്ട്. എന്താ ഉപദേശം? യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഈ ദീനിനെ തെരഞ്ഞെടുത്തു തന്നു. നിങ്ങളല്ല ദീനിനെ തെരഞ്ഞെടുത്തത്, നമ്മളല്ല ഇസ്ലാമിനെ തെരഞ്ഞെടുത്തത്. ഇസ്ലാമിലേക്ക് അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അതാ മനസ്സിലാക്കേണ്ടത്. മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ, അവൻ ഇസ്ലാമിലല്ല, കാരണം അവനെ അല്ലാഹു ഇസ്ലാമിൽ തെരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പുറത്തവൻ അവൻ ഇസ്ലാമിലല്ല, കാരണം അവനെ അല്ലാഹു ഇസ്ലാമിൽ തെരഞ്ഞെടുത്തിട്ടില്ല. ആ കാണുന്നവൻ അവൻ ഇസ്ലാമിലായിരുന്നു, പക്ഷേ അവൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടില്ല, അവൻ പുറത്തുപോയി. ഇസ്ലാമിലേക്ക് വരാൻ കഴിയുക എന്നുള്ളത് അല്ലാഹു എടുക്കുന്ന തീരുമാനമാണ്. അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ ഫലാ തമൂതുന്ന ഇല്ല വ അൻതും മുസ്ലിമുൻ. മരിക്കുമ്പോ മുസ്ലിം ആയിട്ട് വേണം കേട്ടോ മരിക്കാൻ. ദുനിയാവിൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ച വിരോധമില്ല. മരിക്കുമ്പോ മുസ്ലിമായിട്ട് മരിക്കുമെന്ന് ഉറപ്പ് വേണം. അതാണ് ഏറ്റവും വലിയ അറിവ്. അത് നമുക്കും വേണം ആ അറിവ്. മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഒരു വളരെ ഭംഗിയ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അന്തലാ തസ്അൽ മത്താ തമൂത്, എപ്പ മരിക്കുമെന്ന് നീ ആരോടും ചോദിക്കണ്ട. എപ്പോഴാ ഞാൻ മരിക്കുക അത് നീ ചിന്തിക്കേ വേണ്ട, എപ്പ മരിക്കുമെന്ന് ചിന്തിക്കണ്ട. അതുപോലെ തന്നെ എവിടെയാണ് മരിക്കുക അത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പ മരിക്കുമെന്ന് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എവിടെ മരിക്കും എന്ന് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യം ആവശ്യമില്ലാത്തൊരു വിഷയമാണത്, എപ്പ മരിക്കും എവിടെ മരിക്കും എന്നുള്ളത്. പക്ഷേ നിനക്ക് അത്യാവശ്യമായിട്ടുള്ളത് നീ ചോദിക്കേണ്ട ചോദ്യം എന്താണ് എന്ന് വെച്ചാൽ, ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കൽ നിർബന്ധമായ ഒരു ചോദ്യമുണ്ട്. എന്താണ്? അല അയ്യി ഹാലിൻ തമൂത്ത്, ഏത് അവസ്ഥയിലാണ് മരിക്കുക എന്ന് ചോദിക്കണം. എവിടെ മരിക്കും എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, എപ്പോൾ മരിക്കും അറിയേണ്ട ആവശ്യമില്ല. മറിച്ച് ഏത് അവസ്ഥയിൽ ഞാൻ മരിക്കും. മുസ്ലിം ആയിട്ടാണോ മരിക്കുക, അതല്ല മുസ്ലിം അല്ലാതെയാണോ മരിക്കുക? ഈ ആഖിബത്തിനെ പറ്റി മാതാപിതാക്കൾക്ക് ഓർമ്മ ഉണ്ടാകണം, അത് മക്കൾക്ക് വിവരിച്ചു കൊടുക്കുകയും വേണം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കളോടുള്ള കടമകൾ പാലിക്കാതെ പോകുന്നുണ്ട്, അതവർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എങ്കിൽ അവരെ നമ്മൾ തിരുത്താൻ തയ്യാറാകുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ മുന്നിൽ വെച്ചുകൊണ്ട് തിരുത്തുക. ഒരു പക്ഷേ
നമ്മളുടെ ചെറുപ്രായത്തിൽ സംഭവിച്ചു പോയ അബദ്ധം ഉണ്ടാകാം, മക്കളുടെ മേൽ നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടാകാം. മക്കളെ വിളിച്ചിട്ട് പറയണം, മോനെ, ഉപ്പാക്ക് നീ ജനിച്ച സമയത്ത് ഈ ദീനിന്റെ വശങ്ങളെ പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു, അന്ന് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അതുകൊണ്ട് മോനെ നീ തിരുത്തണം, ഉപ്പാക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി, ഈ അവസ്ഥ എന്താണെന്ന് നീ അറിഞ്ഞിട്ട് നീ തിരുത്താൻ തയ്യാറാകണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ട മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. മൂന്നാമത് നമുക്ക് വേണ്ട കാര്യം, നിർബന്ധമായും പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മുടെ മക്കളുടെ ബന്ധം ശക്തിപ്പെടുത്തണം. ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം, ഖുർആൻ ആശയം പഠിപ്പിക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം, ഖുർആനിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഖുർആൻ എന്നുള്ളത് വെറും ഒരു വചനമല്ല, അതിന്റെ മഹത്വം എന്താണ് എന്നും അതിന്റെ ഗൗരവം എന്താണെന്നും മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ആ ഖുർആൻ അനുസരിച്ച് ആ ഖുർആൻ പ്രബോധനം ചെയ്യേണ്ടതിനെ സംബന്ധിച്ചും പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഖുർആൻ പഠിപ്പിക്കാൻ കുട്ടികൾ ഖുർആൻ ഓതാൻ പഠിച്ചാൽ തന്നെ വലിയ അറിവാ കിട്ടിയിരിക്കുന്നതെന്നാണ് രക്ഷിതാക്കൾ. അല്ല, മക്കൾക്ക് നമ്മൾ ഖുർആൻ ബേസ് ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ തന്നെ ആ കുട്ടികൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസവും കിട്ടും. നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ അവരെ ഖുർആൻ പഠിപ്പിക്കൂ. ഖുർആൻ അവരെ എല്ലാം പഠിപ്പിക്കും. ഖുർആൻ പഠിച്ചാൽ മതി, എല്ലാം പഠിപ്പിക്കും. ഇപ്പോൾ സൗദി അറേബ്യയിൽ പോയപ്പോൾ കുറേ സെന്ററുകൾ കണ്ടു, കുറേ കേന്ദ്രങ്ങൾ, 100, 140, 200 കുട്ടികൾ ഖുർആൻ പഠിക്കുന്നു. മലയാളികളുണ്ട്, മലയാളികളല്ലാത്ത ആളുകളുണ്ട്, അറബികൾ ഉൾപ്പെടെയുണ്ട് ഖുർആൻ പഠിക്കുന്നു. ചെറിയ ചെറിയ വീടുകൾ, അതുപോലെ മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മസ്ജിദിൽ കയറി ചെന്നപ്പോൾ അവിടെ ഏകദേശം 350ഓളം കുട്ടികൾ, വലിയൊരു മസ്ജിദാണ്, അതിനകത്ത് ഖുർആൻ പഠിക്കുന്നു. അവരുടെ പ്രായം നോക്കിയാൽ 6, 7 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സ് പ്രായം. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി, ഈ കുട്ടികൾ ഇവിടെ കിടന്ന് ഖുർആൻ പഠിക്കുന്നത് സ്കൂളിൽ പോകില്ലെന്ന്. സ്കൂളിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു. അതിന് തന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, അവിടെ സ്കൂളിൽ പോകുന്നത് ഇവര് ഖുർആൻ പഠിച്ചതിന് ശേഷമേ പോകുള്ളൂ. ഖുർആൻ പഠിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ പോകുള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് റിയാദിലൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ 140 മക്കൾ, അവര് പൂർണ്ണമായും ഖുർആനിലാണ്, പൂർണ്ണമായും ഖുർആനിൽ, അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ ഖുർആനിൽ. അവിടുത്തെ ഷെയ്ഖ് എന്നെയും റഹ്മാനെ ഇരുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ആ കുട്ടികളിൽ നിന്നിട്ട് 6 or 7 കുട്ടികളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇവരോട് ഖുർആന്റെ ഏത് ഭാഗം, ഏത് വിഷയം വേണമെങ്കിലും ചോദിച്ചു, അവർ പറഞ്ഞു തരുന്നു. ഇന്ന വിഷയത്തെ പറ്റി ഖുർആനിൽ എവിടെയാ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടികളോട് പറഞ്ഞു തരും. ഒരായത്ത് ചോദിച്ചിട്ട് ഈ ആയത്ത് ഇതുകൊണ്ട് അല്ലാഹു തആല എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ആ കുട്ടികളോട് പറഞ്ഞു തരും. എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? 9 or 10 വയസ്സുള്ള കുട്ടികളാണ്. എന്നിട്ട് പറഞ്ഞു തരും. ഇന്നല്ലതീന കഫറു കൊണ്ട് തുടങ്ങുന്ന ആയത്ത് എത്രയുണ്ടെന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞു തരും, ഇത്ര ആയത്തുകളുണ്ട്. ഒരു പേജിന്റെ അവസാനം പറഞ്ഞു കൊടുത്തിട്ട് ഈ പേജിന്റെ ബാക്കിലത്തെ പേജ് ഓടാൻ പറഞ്ഞ ആ കുട്ടിയെ ഓതി തരും. ഖുർആനുമായി മക്കളെ ബന്ധപ്പെടുത്തിയതാണത്. നമ്മളും ബന്ധപ്പെടണം. ഈ വിശുദ്ധ റമദാനിൽ നിർബന്ധമാണത്. നമ്മളും ബന്ധപ്പെടണം, നമ്മുടെ മക്കളെ നമ്മൾ ബന്ധപ്പെടുത്തുകയും ചെയ്യണം. ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും മക്കളുടെ ജീവിതത്തിലൊക്കെ വലിയ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ എൻ്റെ സംഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ വിഷയം ഞാൻ എന്ത് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ആളുകളും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കൂടുതൽ അമലുകൾ ചെയ്ത് സജീവമാകാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, വിശുദ്ധ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.
പരിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായം ആവശ്യപ്പെട്ടപ്പോഴൊക്കെ സഹായിച്ച ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. ദീനിൻ്റെ നല്ല രീതിയിൽ ദീനിൻ്റെ വിഷയത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ അള്ളാഹുവെ, അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.